എല്ലാ പ്രേക്ഷകർക്കും സൗദി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൽറാജി ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡി ബ്ലോക്ക് ആയവർക്ക് അത് അൺബ്ലോക്ക് ചെയ്ത് പുതിയ യൂസർ നെയിമും പാസ്വേഡും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അൽറാജി ബാങ്കിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നുപോയി തെറ്റിച്ച് ആവർത്തിച്ച് ലോഗിൻ ചെയ്താൽ യൂസർ ഐ ഡി ബ്ലോക്ക് ആവുന്നതാണ്. അങ്ങനെ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അൽമുബാഷിർ വഴി മാത്രമാണ് നമുക്കത് അൺബ്ലോക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. അൽറാജി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ള വീഡിയോ കാണാം. വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ തഹ്വീർ രാജുള്ളവർക്ക് അൽറാജി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ആളുകൾക്കും അൽറാജി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുപോലെ പ്രയോജനപ്പെടുന്ന വീഡിയോസ് തുറന്ന് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അൽറാജി ബാങ്കിൻ്റെ യൂസർ ഐ ഡി അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അൽമുബാഷിർ സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അൽമുബാഷിറിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. അതുവഴി നമുക്ക് ആരംഭിക്കാം. ഞാനിപ്പോൾ ഇവിടെ അൽമുബാഷിർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫോണിലുള്ള മൊബൈൽ ബ്രൗസറിലാണ്. നിങ്ങൾ മൊബൈൽ ബ്രൗസറിലാണ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സൈറ്റ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. ക്രോം ബ്രൗസർ ആണെങ്കിൽ വലതുവശത്ത് കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ ഈ സൈറ്റ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറുന്നതായി കാണാം. ഇപ്പോൾ ഇവിടെ അൽമുബാഷിറിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ബ്ലോക്ക് ആയതുകൊണ്ട് അത് അൺബ്ലോക്ക് ചെയ്യാനും അതുപോലെ അൽമുബാഷിർ രജിസ്റ്റർ ചെയ്യാനുമെല്ലാം താഴെ രജിസ്റ്റർ ഫോർ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനകം ഇലക്ട്രോണിക് ബാങ്കിങ് രജിസ്ട്രേഷൻ എന്നുള്ള പേജിലേക്ക് നാം എത്തുന്നതാണ്. ഇവിടെ നമ്മുടെ 3 ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആദ്യമായി ചോദിക്കുന്നത് ATM കാർഡ് നമ്പറാണ്. നമ്മുടെ കയ്യിലുള്ള അൽറാജിയുടെ ATM കാർഡ് മേൽ കാണുന്ന 16 അക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ATM പിൻ ചോദിക്കുന്നുണ്ട്. 4 അക്ക ATM പിൻ ഇവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെ അക്കൗണ്ട് നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ അൽറാജി അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. 15 അക്കമോ അല്ലെങ്കിൽ 21 അക്കമോ എൻ്റർ ചെയ്യാം. നമ്മുടെ കയ്യിൽ IBAN നമ്പർ ഉണ്ടെങ്കിൽ IBAN നമ്പറിൻ്റെ ബാക്കിൽ നിന്നും 15 നമ്പർ എണ്ണിയാൽ മതി. അത് നമ്മുടെ അക്കൗണ്ട് നമ്പർ ആയിരിക്കും. ഈ 3 ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നാം നൽകിയ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്നുള്ള പേജിലേക്ക് നാം എത്തുന്നതാണ്. ഇവിടെ നമ്മുടെ പേരും കാണാൻ സാധിക്കും. അതിന് താഴെ അൽമുബാഷിർ റീറ്റെയിൽ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിന് നേരെ ആയിക്കൊണ്ട് വളരെ മങ്ങിയ രീതിയിൽ ബ്ലോക്കഡ് എന്ന് നൽകിയിട്ടുണ്ട്. അൽറാജിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡും ബ്ലോക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇത് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അതിന് നേരെ കാണുന്ന അൺബ്ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തുറന്നു വരുന്ന അൽമുബാഷിർ റീറ്റെയിൽ അൺബ്ലോക്ക് അക്കൗണ്ട് എന്നുള്ള പേജിൽ നമ്മൾ നേരത്തെ നൽകിയ യൂസർ ഐ ഡി, ഇമെയിൽ അഡ്രസ്സ് എന്നിവ കാണാൻ സാധിക്കും. നാം നേരത്തെ നൽകിയ യൂസർ ഐ ഡിയിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളില്ല എങ്കിൽ ആ യൂസർ ഐ ഡി നാം മാറ്റേണ്ടതാണ്. ഞാനിവിടെ കാണുന്ന യൂസർ ഐ ഡി മാറ്റുകയാണ്. കാരണം യൂസർ ഐ ഡിയിൽ വേണ്ട സംഗതികളൊന്നും ഇതിലില്ല. യൂസർ ഐ ഡി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ കോളത്തിന് നേരെ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. നാം നൽകുന്ന യൂസർ ഐ ഡി ആൽഫബറ്റ്സും നമ്പേഴ്സും എല്ലാം ഉൾക്കൊണ്ടതായിരിക്കേണ്ടതുണ്ട്. അതായത് ഇംഗ്ലീഷ് ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം ഉള്ളതായിരിക്കണം നാം നൽകുന്ന യൂസർ ഐ ഡി. യൂസർ ഐ ഡി മിനിമം 8 അക്ഷരം ഉണ്ടായിരിക്കേണ്ടതാണ്. യൂസർ ഐ ഡിയിൽ ആവർത്തിച്ച് വരുന്ന നമ്പേഴ്സോ അക്ഷരങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. അതായത് 1 എന്നുള്ള സംഖ്യ അല്ലെങ്കിൽ 2 എന്നുള്ള സംഖ്യ എല്ലാം ആവർത്തിച്ച് എൻ്റർ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസർ ഐ ഡി മുഴുവനായിട്ടും സ്മോൾ ലെറ്റർ ആയിരിക്കേണ്ടതുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസർ ഐ ഡിയിൽ അറബിക് അക്ഷരങ്ങളോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യൂസർ ഐ ഡി നൽകുക. യൂസർ ഐ ഡിയുടെ മാതൃക ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിന് താഴെ ഇമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കുന്നതാണ്. നാം നേരത്തെ നൽകിയ ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനും സാധിക്കും. അതിന് താഴെ നമ്മോട് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പുതുതായി പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് നേരെ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതാണ്. പാസ്വേഡ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാസ്വേഡ് മിനിമം 8 അക്ഷരം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നാം യൂസർ നെയിമിൽ നൽകിയ ഒന്നും തന്നെ പാസ്വേഡിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പാസ്വേഡിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും ഉണ്ടായിരിക്കേണ്ടതാണ്. നാം നൽകുന്ന പാസ്വേഡിൻ്റെ താഴെ മീഡിയം എന്നോ സ്ട്രോങ് എന്നോ കാണിച്ചിരിക്കേണ്ടതുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം പാസ്വേഡിൽ അറബിക് അക്ഷരങ്ങളോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഉണ്ടാകാൻ പാടുള്ളതല്ല. നാം നേരത്തെ അൽറാജിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പാസ്വേഡ് വീണ്ടും ഇവിടെ നൽകാൻ പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് നമുക്ക് നൽകാം. നാം പാസ്വേഡ് നൽകുമ്പോൾ ആ പാസ്വേഡിൻ്റെ സ്റ്റാറ്റസ് താഴെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ വീക്ക് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ പാസ്വേഡ് സ്ട്രോങ് ആയിട്ടുണ്ട്. പാസ്വേഡ് നൽകിയതിന് ശേഷം താഴത്തെ കോളത്തിൽ വീണ്ടും പാസ്വേഡ് ആവർത്തിച്ച് നൽകുക. ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായി നൽകിയതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടൻ തന്നെ ട്രാൻസാക്ഷൻ ഓതൻറ്റിക്കേഷൻ എന്നുള്ള ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ്.
ഇവിടെ നാം അൽറാജി രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്നിട്ടുള്ള OTP എൻ്റർ ചെയ്യേണ്ടതുണ്ട്. OTP എൻ്റർ ചെയ്ത ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ അൽ മുബാഷിർ യൂസർ ഹാസ് ബീൻ അൺബ്ലോക്ക്ഡ് എന്ന് മെസ്സേജ് വരുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ വിജയകരമായി നമ്മുടെ അൽറാജിയുടെ യൂസർ നെയിം പാസ്വേഡും അൺബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അൽ മുബാഷിറിലേക്ക് അല്ലെങ്കിൽ അൽറാജിയുടെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ താഴെ ബാക്ക് ടു രജിസ്ട്രേഷൻ സർവീസ് എന്ന് കാണാം. ആദ്യം ക്ലിക്ക് ചെയ്ത് ബാക്കോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ വീണ്ടും രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്നുള്ള പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അൽ മുബാഷിർ റീറ്റെയിലിൻ്റെ നേരെ രജിസ്റ്റേർഡ് എന്ന് കാണാം. നേരത്തെ ഇവിടെ ബ്ലോക്ക് എന്നായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ ആ ബ്ലോക്ക് മാറിയതായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഈ പേജിൽ നിന്നും ലോഗൗട്ട് ചെയ്യാം. അതിനായി മുകളിൽ ലോഗൗട്ട് ബട്ടൺ കാണാവുന്നതാണ്. ഇനി നമുക്ക് അൽറാജിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം.